ശത്രുവിനെ ഇന്ത്യ തേടിച്ചെന്ന് തീർത്തിരിക്കും. നരേന്ദ്രമോദിയുടെ 75ാമത് ജന്മദിനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഭീകര കേന്ദ്രങ്ങൾ തേടിപ്പിടിച്ച് നശിപ്പിച്ച പ്രതികരണശേഷിയുള്ള പുതിയ ഇന്ത്യയാണ് ഇന്നത്തേതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം 75 വയസ്സായി. അദ്ദേഹം ഒരുപാട് വികസന പദ്ധതികളാണ് രാജ്യത്ത് സമർപ്പിച്ചത്. ആദ്യത്തെ 10-11 വർഷമാകുന്നു ഇപ്പോൾ. ആദ്യത്തെ ഗവൺമെൻറ് തന്നെ സ്വച്ഛ ഭാരത് എടുത്തു, ആത്മഭാരത് എടുത്തു, മേക്ക് ഇൻ ഇന്ത്യ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചത്, ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ച, വന്ദേ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ, അതുപോലെ തന്നെ UPI, നമ്മുടെ ഈ ഗൂഗിൾ പേ പോലുള്ള സംവിധാനങ്ങൾ, അതൊക്കെ വന്നപ്പോൾ വലിയ വിവാദമാണ് വന്നത്. പിന്നെ നമ്മുടെ കാശ്മീരിൽ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് ഇന്ത്യയുടെ ഭാഗം കാശ്മീരാക്കിയത് തുടങ്ങി വളരെ വളരെ ക്രിട്ടിക്കലും ക്രൂഷ്യലുമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. അതുപോലെ സാർക്ക് രാജ്യങ്ങളുടെ സമ്മേളനം, അമേരിക്ക നമ്മളെ വരട്ടാൻ വന്നപ്പോൾ റഷ്യയും ചൈനയുമായുള്ള നമ്മുടെ ബന്ധം, അങ്ങനെ പിന്നെ സൈന്യത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ ആണവ രംഗത്ത് നമ്മളുടെ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ സൗരോർജ്ജ രംഗത്ത് നമ്മളുടെ മുന്നേറ്റം, GDP-യിൽ നമ്മൾ 10ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് 3ാം സ്ഥാനത്തിലേക്കുള്ള യാത്ര, അങ്ങനെ തുടങ്ങി വളരെ വലിയ രീതിയിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷമായി കാര്യങ്ങൾ. അത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പറയുന്നതാണ്, അല്ലാതെ അതിനകത്ത് BJP കോൺഗ്രസ് എന്നുള്ളതല്ല. ഒരു പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനം വരുമ്പോൾ അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ. എല്ലാ ചാനലുകളും അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ 140 കോടി പേരാണ് രാജ്യത്തിൻ്റെ ശക്തി. അതായത് രാജ്യത്തുള്ള ജനങ്ങൾ, സ്ത്രീകളും യുവാക്കളും കർഷകർ എന്നിവരുടെ ഉന്നതി തന്നെയാണ് പ്രധാനം. 10-18 കോടി ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതുപോലെ 10-12 കോടി ആളുകൾക്ക് ശൗചാലയം പണിത് കൊടുത്തു. വളരെ വലിയ വിപ്ലവമാണ്. അതുപോലെ തന്നെ പിന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു, ലക്ഷക്കണക്കിന്, അതുപോലെ 10,000-കണക്കിന് കിലോമീറ്റർ ദേശീയപാത വികസനം നടത്തി. പിന്നെ മിസോറാമിൽ ട്രെയിൻ കൊണ്ടുവന്നു, കാശ്മീരിൽ ട്രെയിൻ കൊണ്ടുവന്നു. അങ്ങനെ വളരെ വലിയ മാറ്റമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും ശത്രുവിനെ തേടി നമ്മെ ഉപദ്രവിക്കാൻ വന്നാൽ ശത്രു ആരായാലും അവരെ തേടിച്ചെന്ന് തീർത്തിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 59ഓളം നമ്മുടെ MP-മാരാണ് 32-ലധികം വരുന്ന രാജ്യങ്ങളിൽ പോയി ഇതൊക്കെ വിശദീകരിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ഗൗരവതരമായ ഒരു ഇടപെടലാണ് നമ്മൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ മാറ്റുന്നതിന്, പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന്, എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്നതിന്, ജലജീവൻ മിഷൻ, തൊഴിൽ കൊടുക്കുന്നതിന് മുദ്രാ ലോൺ, അങ്ങനെ നിരവധി പിന്നെ ജന ഔഷധി, മെഡിക്കൽ സ്റ്റോറുകൾ, ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി. അത് 75ാം ജന്മദിനമായതുകൊണ്ടാണ് നമ്മളിത് ഒന്ന് ഓർത്തെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.